السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ونفس وما صواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. صدق الله مولانا العلي. ഏറ്റവും ബഹുമാനമുള്ള അധ്യക്ഷൻ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ അംഗങ്ങൾ, സ്നേഹനിധിയായ സ്വാമി, മറ്റു വേദിയിൽ ഉപേക്ഷയായ പ്രമുഖരാകുന്ന പണ്ഡിതന്മാർ, മറ്റു വ്യക്തിത്വങ്ങൾ, മത രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉന്നത വ്യക്തിത്വങ്ങൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള മോമിനീങ്ങളും, ബഹുമാനമുള്ളവരെ, വളരെ പ്രൗഢമായ, അതോടൊപ്പം വളരെ മുബാറക്കായ ഒരു സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ വിശുദ്ധാത്മാക്കൾ, മലായിക്കത്ത് അടക്കമുള്ള സർവ മുഖദ്ദസ്തായ അർവാഹികളും ഈ രംഗത്തിന് സാക്ഷിയായി കൊണ്ട് ഈ സദസ്സിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. അത് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. വളരെ സൗകര്യപ്രദമായ നിലക്ക് ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലുള്ള ന്യൂനത, നിർമ്മാണ വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിക്കപ്പെടാറുള്ളത്. നമ്മുടെ രാജ്യങ്ങളിലൊക്കെ പഴയ കാലത്ത് നമ്മുടെ പള്ളികളൊക്കെ നിർമ്മിക്കപ്പെട്ടത് അന്നത്തെ കാലഘട്ടത്തിലുള്ള തച്ചു ശാസ്ത്രവും അതുമായി ബന്ധപ്പെട്ടവർക്കുള്ള രൂപകൽപ്പന പ്രകാരമാണ്. അതാണ് നമ്മുടെ അന്നത്തെ കാലഘട്ടത്തിൽ പള്ളി വളരെ ബഹുമാനത്തോടുകൂടി നിർമ്മിക്കാൻ വേണ്ടി നമുക്കതിൻ്റെ രൂപകൽപ്പന ചെയ്തു തന്നത് നമ്മുടെ പ്രിയങ്കരാവുന്ന അമുസ്ലിം സുഹൃത്തുക്കളായി. അപ്പോൾ അവർ അമ്പലത്തിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പള്ളിയും ബഹുമാനിച്ചു കൊണ്ടിട്ടാണ് അന്ന് പള്ളികളൊക്കെ നിർമ്മിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഒരു അമ്പലത്തിൻ്റെ സ്വഭാവത്തിൽ പള്ളി നിർമ്മിക്കപ്പെട്ടത്. അതൊരു കുഴപ്പമുള്ള സംഗതിയല്ല. അത് അന്നത്തെ ആ തത്വശാസ്ത്രം അനുസരിച്ച് രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ്. വളരെ ആദരവോടു കൂടിയാണ് നമ്മളെ മുസ്ലിം സുഹൃത്തുക്കളാവുന്ന ആശാരിമാരും അന്ന് രൂപകൽപ്പന ചെയ്യുന്ന ആളുകളൊക്കെ പള്ളിക്ക് പള്ളിൻ്റെതായ ഒരു ആദരവും ബഹുമാനമൊക്കെ ഈ രൂപത്തിലാണ്. കാരണം അവരുടെ ആരാധനത്തിൻ്റെ രൂപം എങ്ങനെയാണോ ആ രൂപത്തിൽ തന്നെ ആവണം. അത് കുഴപ്പമുള്ള സംഗതിയല്ല. അതുകൊണ്ടാണ് അങ്ങനെ നിർമ്മിക്കപ്പെട്ടത്. അത് അന്നത്തെ കാലഘട്ടത്തിലുള്ള നമ്മുടെ മഹാന്മാരാവുന്ന പണ്ഡിതന്മാരൊക്കെ അത് അംഗീകരിച്ചു. അവരൊക്കെ അത് ആ നിലക്ക് നിർമ്മിക്കപ്പെട്ട ബിൽഡിങ്ങുകളൊക്കെ പള്ളിയായി കൊണ്ട് ഉപയോഗിച്ചു. അതിനെ ആദരിക്കപ്പെടേണ്ട ഒന്നായതുകൊണ്ട് ആദരിക്കപ്പെടണമെന്ന് വിശ്വസിക്കുന്നതായ ആളുകളാവുന്ന നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ അതിൽ ഇതുപോലുള്ള തത്വശാസ്ത്രം അറിയുന്നവരും അന്ന് രൂപകൽപ്പന ചെയ്യുന്ന ആളുകളൊക്കെ ആ നിലക്ക് രൂപം നൽകി. അല്ലാതെ അമ്പലം പള്ളിയായി പിടിച്ചെടുത്തതല്ല.
അത് മനസ്സിലാക്കണം. അങ്ങനെ ചില ആളുകൾ പറയുന്നു. അപ്പം അത് അന്നൽക്കാണ് അതിനെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലുള്ള പുതിയ നിർമ്മാണ രീതികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് ഏത് ബിൽഡിങ്ങുകളാണെങ്കിലും അത് നിർമ്മിക്കപ്പെടാം. അപ്പോൾ നമ്മൾ പഴയ പള്ളികളൊക്കെ എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ അത് ജീർണിച്ച് നശിക്കാനായിട്ടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു സാംസ്കാരിക സമ്മേളനമായതുകൊണ്ട് മത സൗഹാർദ്ദത്തിനെ വിളിച്ചോതുന്ന രൂപത്തിലായിരുന്നു അന്ന് നമ്മളെ പള്ളികളൊക്കെ. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലുള്ള സൗകര്യങ്ങൾ ഷറഈയായിട്ട് ഷറഈനെതിരല്ലാത്ത സൗകര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതിപ്പോൾ നമ്മൾ കറണ്ട് ഉപയോഗിക്കാൻ പാടില്ലെന്നാരെയും പറയില്ല. അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ അവനെ നമ്മൾ കൊണ്ടുപോകുന്ന സ്ഥലം എവിടെയെന്നുള്ളത് നമുക്കറിയാം. ഒന്നുകിൽ ഊളംപാറക്കോ അല്ലെങ്കിൽ മറ്റു വല്ല സ്ഥലത്തേക്ക് പോകും. അപ്പം അത് പിന്നെ AC ഉപയോഗിക്കാൻ പാടില്ല, ഫാൻ ഉപയോഗിക്കാൻ പാടില്ല. വാപ്പാരൊക്കെ പിന്നെ കൗങ്ങുന്തോട്ടത്ത് പോയി വിശരി കൊണ്ടുകൊണ്ടാണ് വീതിയിൽ അല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്കിയെന്ന് ഇവിടെ പഴയ കാലത്ത് കത്തിച്ചിരുന്നത്. അപ്പം അതൊന്നും പറഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ നയമല്ല. നമ്മൾ ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷറഈയായ നിലക്ക് എതിരില്ലാത്ത, ഷറഈ എതിർക്കാത്ത ഏതെല്ലാം നൂതനമായ സൗകര്യങ്ങളുണ്ടോ, ശാസ്ത്രീയമായ സൗകര്യങ്ങളുണ്ടോ അത് നമുക്ക് ഉപയോഗപ്പെടുത്താം. നമുക്കിത് അതേ കഴിയുള്ളൂ. ശാസ്ത്രജ്ഞന്മാർ വികസിപ്പിച്ചെടുത്ത് ആ ശാസ്ത്രീയമാവുന്ന സൗകര്യങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ. നമ്മളെ മുൻഗാമികളാവുന്ന മഹത്തുക്കളാവുന്ന അമ്പിയാ അവരൊക്കെ ഉപയോഗപ്പെടുത്തിയത് ഇതുപോലുള്ള സൗകര്യങ്ങൾ ഇന്ന് നമ്മൾ കാണുന്ന പുതിയ സൗകര്യങ്ങളൊക്കെ അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു. അവർ ആവശ്യത്തിൽ ആകാശത്ത് കൂടി പറന്നവരുണ്ട്, അങ്ങനെയാണ്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നതുള്ള വാഹനം അവരുപയോഗിച്ചില്ല. റസൂലുള്ളാ മിഅ്റാജിൻ്റെ രാത്രിയിൽ ഒരു ബഹിരാകാശ സഞ്ചാരമല്ലേ റസൂല നടത്തിയത്. അത് നമ്മൾ ഉപയോഗിക്കുന്ന പോലൊരു വാഹനം ഉപയോഗിച്ചിട്ടല്ല. ഇന്ന് ബഹിരാകാശ സഞ്ചാരകന്മാർ അവരെ വീശിക്കൊണ്ടിരിക്കുന്നതായ പ്രത്യേകമാവുന്ന ഒരു ഓഫീസോ ഒന്നും അന്നുണ്ടായിരുന്നില്ല. അത് ഇലാഹിയാവുന്ന ഒരു വീക്ഷണം, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പ്രത്യേക വീക്ഷണത്തിലായിട്ട്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച മഹാന്മാരാവുന്ന മലായിക്കത്തിൻ്റെ വീക്ഷണത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് അള്ളാഹുവിൻ്റെ തിരുസാന്നിധ്യവും ഈ ലോകത്ത് നടക്കുന്ന ഭരണത്തിൻ്റെ അള്ളാഹുവിൻ്റെ ഭരണ വ്യവസ്ഥിതിയൊക്കെ ആ സ്ഥലത്ത് പോയി മനസ്സിലാക്കി. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയെ അങ്ങോട്ട് വിളിപ്പിച്ചു. അത് ഇന്നത്തെ പോലുള്ള ഏതെങ്കിലും പേടകമൊന്നും ഉപയോഗിച്ചിട്ടല്ല. കാരണം റസൂലുള്ളാഹിക്ക് അങ്ങനത്തെ ഒരു പേടകത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഈമാനിനെ വളർത്തിയെടുത്താൽ ആ ഈമാൻ പുതിയൊരു ടെക്നോളജിയാണ്. അന്ന് മൈലുകൾ അപ്പുറത്തുള്ളവരോട് സംസാരിച്ചു മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും. നമുക്കതൊക്കെ അന്ന് കേൾക്കുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ ചില പ്രയാസങ്ങൾ ചില ആളുകൾക്കുണ്ടാവും. ആ പ്രയാസമൊന്നും ചില ആളുകൾക്കുണ്ട്. അതാണ് വിദ്യാർത്ഥിൻ്റെ ആശയങ്ങളൊക്കെ. അപ്പം അത് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നൊരു പ്രയാസകരമായൊരു സംഭവമായിട്ട് നമ്മൾ മനസ്സിലാക്കണില്ല. കാരണം എന്തുകൊണ്ട്, ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്രീയമായി അതങ്ങനത്തെ കാര്യങ്ങളൊക്കെ വികസിപ്പിച്ചെടുത്തപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവരോടും നമുക്ക് സംസാരിക്കാൻ കഴിയണ വികസിപ്പിച്ചെടുത്ത ചില അതിൻ്റെ യന്ത്രങ്ങളുണ്ട്. അത് വയറുള്ളതായാലും വയറില്ലാത്ത ഫോണായാലും അങ്ങനത്തെ ഫോണുകളോ മറ്റുള്ള ടെലികമ്മ്യൂണിക്കേഷൻ്റെ മറ്റ് എന്തെല്ലാം അതിൻ്റെ സാമഗ്രികളുണ്ടോ അതൊക്കെ തന്നെ. എന്നാൽ ഇത് മഹാന്മാരാവുന്ന ആളുകൾ, മഹാനാവുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീനത്ത് ഖുതുബോധന സമയത്ത് അവരെ പിന്നെ പട്ടാളത്തിൻ്റെ നോക്കി യുദ്ധത്തിനയച്ച് അവരെ നോക്കുമ്പോൾ അവരെ ശത്രുപക്ഷത്തുള്ളവർ ആക്രമിക്കാൻ വരുന്നതാണ് കാണുന്നത്. ഉടനെ വിളിച്ചു പറഞ്ഞു, യാ സാരിയ അൽ ജബൽ. അത്
ആ നിർദ്ദേശം മഹാനാവുന്ന സാരിയ റളിയല്ലാഹു തആല അൻഹു കേൾക്കുകയും ചെയ്തു. അപ്പോൾ സാരിയ റളിയല്ലാഹു തആല അൻഹു ആ നിർദ്ദേശം, അദ്ദേഹമായിരുന്നു പട്ടാള തലവൻ, ആ നിർദ്ദേശം അനുസരിച്ചു അദ്ദേഹം പ്രവർത്തിച്ചു. യുദ്ധത്തിൽ വിജയിക്കാൻ കഴിയും. അന്നിങ്ങനെ വയറുള്ള ഫോണോ വയറില്ലാത്ത ഫോണോ മറ്റു ടെലികമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന മറ്റു സാമഗ്രികളൊന്നുമില്ല. പല യുദ്ധങ്ങൾ നടക്കുമ്പോൾ ആ യുദ്ധത്തിലുള്ള സംഭവങ്ങളെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് ഇരുന്നു കൊണ്ട് ലൈവായിട്ട് ഇപ്പം നമ്മൾ ടെലിവിഷനിലൊക്കെ കാണുന്നത് പോലെ റസൂല പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാ അവിടെ അതാണ് സംഭവിച്ചത്, ഇതാണ് സംഭവിച്ചത്, ഇന്നവൻ മരിച്ചു, ഇന്നവൻ മരിച്ചു, ഇന്നവൻ മരിച്ചു എന്നൊക്കെ. അപ്പം ഈ പുതിയ ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്രീയമായി ഭൗതികമാവുന്ന അവരുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അവർ വികസിപ്പിച്ചെടുത്തതിനേക്കാൾ വലിയ ടെക്നോളജികളായിരുന്നു മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ അമ്പിയ ഒക്കെ ഉപയോഗിച്ചത്. അപ്പം ഞാൻ എന്തേ പറഞ്ഞു കൊടുന്നു എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിനനുസരിച്ചുള്ളതായ ടെക്നോളജികളും മറ്റൊക്കെ ഉപയോഗിക്കണം. അത് ഉപയോഗിക്കുന്നതുകൊണ്ട് ശറഈയായ നിലക്ക് ശറഈനെതിരല്ലാത്താണെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പം അതാണ് നമ്മൾ ഇന്ന് പള്ളിയൊക്കെ നിർമ്മിക്കുമ്പോൾ അത് ഇങ്ങനത്തെ ഒരു രൂപമാണെന്നൊന്നുമില്ല. ഇതിങ്ങനെ ഓരോരോ എഞ്ചിനീയർമാരുടെ അവരുടെ മസ്തിഷ്കത്തിൽ നിന്നുണ്ടാവുന്ന ഓരോ രൂപകൽപ്പനകളാണ്. ഏത് രൂപത്തിൽ നിർമ്മിക്കപ്പെട്ടാലും അത് പള്ളിയാണെന്ന് മനസ്സിലാവുന്ന രൂപത്തിലായാൽ മതി. പക്ഷേ പുതിയ നിലക്കുള്ളതായ ടെക്നോളജികളൊക്കെ ഉപയോഗിക്കാം. അന്ന് ഓടയൊന്നും അല്ലെങ്കിൽ ഓലയൊന്നും ഇപ്പോൾ അതൊന്നുമല്ല, ഇപ്പോൾ വാർപ്പാക്കി മാറ്റി. അപ്പോൾ വാർപ്പാക്കി മാറ്റി ഇനി കുഴപ്പമില്ല. അങ്ങനെ ആവശ്യമുള്ള ബിൽഡിങ്ങിൻ്റെ ആവശ്യത്തിന് ഏതെല്ലാം അതിൻ്റെ സുരക്ഷിതത്തിന് ആവശ്യമാണോ ആ നിലക്കുള്ള സുരക്ഷിതമാവുന്ന നിലത്തിന് ആവശ്യമാവുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പള്ളി നിർമ്മിക്കപ്പെടാം. അപ്പം അങ്ങനെ പള്ളി നിർമ്മിക്കപ്പെട്ടാൽ ഈ പള്ളി എന്നുള്ളത് ഒരു യഥാർത്ഥ മുഅ്മിനെ ഉണ്ടാക്കി തീർക്കേണ്ട ഒന്നാണ്. പള്ളിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത് യഥാർത്ഥ മുഅ്മിനാണ്. യഥാർത്ഥ മുഅ്മിനെ എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാർത്ഥത്തിൽ എല്ലാ നിലക്കും വഴിപ്പെടുന്ന, അള്ളാഹുവിൻ്റെ സർവ്വ സൃഷ്ടികളോടും എല്ലാ നിലക്കും കരുണ കാണിക്കുന്ന സ്വഭാവക്കാരാവുന്ന ആളുകളാണ് പള്ളിയിൽ നിന്നുണ്ടാവേണ്ടത്. യുഹിബ്ബൂന അൻ യതതഹറൂന, എല്ലാ വിശുദ്ധി ഉണ്ടാകുന്ന ആണുങ്ങൾ മാത്രമാണ് പള്ളിയിൽ ഉണ്ടാവേണ്ടത്. അപ്പം എല്ലാ വിശുദ്ധിനെയും ഇഷ്ടപ്പെട്ട് വരുന്നവർക്ക് ആ വിശുദ്ധി ഉണ്ടാക്കാൻ പറ്റിയതായ അതിൻ്റെ ഒരു കേന്ദ്രമാണ് പള്ളി എന്നുള്ളത്. അത് ചില സ്ഥലങ്ങളിൽ നിന്ന് ചെയ്യുമ്പോൾ ആ ഇബാദത്തിലേക്ക് പ്രത്യേകമാവുന്നതായ ഒരു അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ശക്തിപ്പെടുത്തലുണ്ടാവും. കാരണം ഈ പള്ളി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അല്ലാഹുവിൻ്റെ മഹത്തുക്കളാവുന്ന മലായിക്കത്തും വിശുദ്ധാത്മാക്കളൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്. അപ്പം പൂർണ്ണാത്മാക്കളോടുകൂടെ സംബന്ധിച്ചു കഴിഞ്ഞാൽ അപൂർണമായ ആത്മാക്കൾക്ക് ഈമാനിയാവുന്നതായ ഒരു ഉത്തേജനം അത് ലഭിക്കപ്പെടും. അപ്പം നമുക്ക് പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ ലഭിക്കപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകമാവുന്ന ഒരു ഈമാനിയാവുന്ന ഒരു ഉത്തേജനം ലഭിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഇബാദത്തിൽ പ്രത്യേകമായും കൊണ്ട് അത് തഅ്സീർ ചെയ്യും, അത് ഗുണം ചെയ്യും. അപ്പം നമ്മളെ ഇബാദത്തിലേക്ക് ഇഖ്ലാസ് വർദ്ധിപ്പിക്കപ്പെടാൻ ആ ഇബാദത്തിൻ്റെ നിയ്യത്ത് ശക്തമത്തായ നിയ്യത്താക്കാനൊക്കെ നമുക്ക് കഴിയും. അപ്പം അതുകൊണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിലേക്ക് ഈമാൻ കടന്നു വന്നാൽ പിന്നെ ആ ഈമാനിനെ സംരക്ഷിക്കപ്പെടണം. നമ്മൾ ആ ഈമാനിനെ സംരക്ഷിക്കപ്പെട്ട് ആ ഈമാൻ്റെ പ്രഭകൾ അവൻ്റെ ഹൃദയത്തിൽ മാത്രം ഉണ്ടായാൽ പോരാ. ഹൃദയത്തിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ ഇത് ചില സ്വഭാവങ്ങൾ ഒഴിവാക്കണം. അപ്പോൾ വൃത്തികെട്ട ഏതെല്ലാം സ്വഭാവങ്ങളുണ്ടോ ആ സ്വഭാവങ്ങളെ മുഴുവനും ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കണം. എന്നിട്ട് നന്മകളാവുന്ന സ്വഭാവങ്ങളെ ഹൃദയത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും വേണം. അപ്പം കിബിർ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല, ഹസദ് ഉണ്ടാവാൻ പാടില്ല, റുജുബുണ്ടാവാൻ പാടില്ല. അതിൻ്റെയൊക്കെ എതിരാവുന്ന ഉന്നതമാവുന്ന സ്വഭാവ ഗുണങ്ങളെ നമ്മളെ ഹൃദയത്തിൽ നമ്മൾ പ്രവേശിപ്പിക്കണം. അത് മാത്രം പോരാ. അങ്ങനെ ഈമാൻ വളരുമ്പോൾ ആ ഈമാനിൻ്റെ വളർച്ച അത് എന്താവണം, നമ്മളെ ഓരോ അവയവങ്ങളിലേക്കും ആ വളർച്ച ചെന്നെത്തണം. അതായത് ആ അവയവങ്ങളിൽ അതിൻ്റെ ഗുണങ്ങൾ കാണപ്പെടണം.
ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കണ്ണ് അള്ളാഹു നിരോധിച്ച സംഗതി, അത് ഹറാമായി നിരോധിക്കപ്പെട്ടതാവട്ടെ, കറാഹത്തായി നിരോധിക്കപ്പെട്ടതാവട്ടെ, ഖിലാഫുൽ ഔലിയായി നിരോധിക്കപ്പെട്ടതാവട്ടെ, ആ നിരോധിക്കപ്പെട്ട ഒന്നിലേക്ക് അവൻ്റെ കണ്ണ് അവൻ തിരിച്ചാൽ ആ കണ്ണ് ആ സാധനം നോക്കാൻ വൈപ്പെടൂല. യഥാർത്ഥ മുഅ്മിന്റെ കണ്ണിന്റെ സ്വഭാവം അതാണ്. ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണ് അതൊരു ഹറാമോ അല്ലെങ്കിൽ കറാഹത്തോ ഖിലാഫുൽ ഔലിയാവുന്ന സംഗതി കാണാൻ റസൂലുള്ളാഹിന്റെ കണ്ണുകൊണ്ട് കഴിയൂല. കണ്ണതിന് വഴിപ്പെടൂല. ചെവിൻ്റെ സ്വഭാവം അങ്ങനെ ആവണം. അങ്ങനെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച ഒരു സംഗതി ചെയ്യാൻ വേണ്ടി ആ അവയവത്തിനെ ഉപയോഗിച്ചാൽ ആ അവയവം അതിന് വഴിപ്പെടാതിരിക്കണം. ഇതാണ് യഥാർത്ഥ മുഅ്മിന്റെ ക്വാളിറ്റി. ഇപ്പൊ കക്കാൻ പോണ ഒരുത്തൻ കൈകൊണ്ടാണ് കക്കിന് നിൽക്കുക. ആ കൈ കൊണ്ട് കക്കാൻ വേണ്ടി ആ കളവ് മുതലിന് എടുക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചാൽ അവന്റെ കയ്യതിന് വഴിപ്പെടാൻ പാടില്ല. ആ നിലക്ക് ഈമാനിന്റെ പ്രഭ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതാണ് യഥാർത്ഥ മുഅ്മിൻ. അങ്ങനത്തെ യഥാർത്ഥ മുഅ്മിൻ അവൻ എല്ലാ ജനങ്ങളോടും, അത് നമ്മളെ മതക്കാരാവട്ടെ അല്ലാത്തവരാവട്ടെ, മതമില്ലാതെ മനുഷ്യർ എന്നുള്ള നിലക്ക് എല്ലാവരോടും നമ്മൾ കാണിക്കേണ്ടതായ ചില ഗുണങ്ങളും നമ്മൾ കാണിക്കേണ്ട ചില മര്യാദകളും ചില കടപ്പാടുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ പൂർണ്ണമായും കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും ജീവിക്കുക. അതാണ് ഒരു പള്ളി ഇവിടെ നിർമ്മിക്കപ്പെടുമ്പോൾ എല്ലാ മതസ്ഥരും സന്തോഷിക്കും എന്ന് പറഞ്ഞത്. കാരണം എന്തുകൊണ്ട്? യഥാർത്ഥ ഒരു മുഅ്മിനാവുമല്ലോ ഈ പള്ളിയിൽ നിന്ന് വളർന്ന് ഉണ്ടാവുന്നത്. അപ്പം അങ്ങനത്തെ ഒരുത്തരുണ്ടായാൽ നമുക്കും ഗുണമായിരിക്കും. നമ്മൾക്കും അവൻ നിന്നിട്ട് ഏതെങ്കിലും നിലക്കുള്ള ഒരു അക്രമം ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അത് മനസ്സിലാക്കും. ഇവിടുത്തെ മൃഗങ്ങൾ സന്തോഷിക്കും. കാരണം മൃഗങ്ങൾക്ക് ചില കടപ്പാടുകൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മളിൽ നിന്ന് ലഭിക്കപ്പെടുമല്ലോ, യഥാർത്ഥ ഭൂമിയിൽ നിന്ന് ലഭിക്കപ്പെടുന്നവർക്ക് മൃഗങ്ങൾ സന്തോഷിക്കും. ഇവിടുത്തെ മരങ്ങൾ സന്തോഷിക്കും, ഇവിടുത്തെ സസ്യങ്ങൾ സന്തോഷിക്കും, ഇവിടുത്തെ മണ്ണ് സന്തോഷിക്കും, പുഴ സന്തോഷിക്കും. കാരണം വെള്ളത്തിനോട് ചില കടപ്പാടുകൾ നമുക്കുണ്ട്. അത് വെള്ളം മഴ പെയ്യണ സമയത്താണെങ്കിലും ഇനി കടലിൻ്റെ അടുത്താണെങ്കിലും പുഴയിലാണെങ്കിലും ഒക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിലധികം ഉപയോഗിക്കാൻ പാടില്ല. അതിന് മിതത്വം പാലിക്കണം. അപ്പോൾ വെള്ളത്തിനോടുള്ള കടപ്പാട് നിർവഹിക്കുന്ന ആളായിരിക്കും യഥാർത്ഥ ഭൂമി എന്ന് മനസ്സിലാക്കും. അപ്പോൾ വെള്ളത്തിനും സന്തോഷമായിരിക്കും. അപ്പോൾ ലോകത്തുള്ള എല്ലാ അള്ളാഹുവിൻ്റെ മഖ്ലൂഖാത്തുകൾ, എല്ലാ അള്ളാഹുവിൻ്റെ സർവ്വചരാചരങ്ങളും പൂർണ്ണമായും കൊണ്ട് സന്തോഷിക്കുന്ന ഒരു സമയമാണ് ഒരു പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെടുക എന്നുള്ളത്. കാരണം പള്ളിയിൽ നിന്ന് വളർത്തപ്പെടുന്നത് വളരെ ഉന്നതമാവുന്ന സംസ്കാരങ്ങളാണ്. ആ ഉന്നതമാവുന്ന സംസ്കാരങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ കാണിച്ചു തന്നത്. റസൂലുള്ളാഹിനെ സംബന്ധിച്ച് പലരും വിമർശകർ പലരും പറഞ്ഞിട്ടുണ്ടാവാം, ഖാലൂ വസൗത റസൂലുള്ളാഹി മാ ബുഇസൂ ലിഖത്ലി നഫ്സിൻ വമാ ജാഊ ബിസഫ്കി യമീന. നബിനെ ആക്ഷേപം എല്ലാവർക്കും ഉണ്ടാവും, വിമർശനം എപ്പോഴും ഉണ്ടാവും. അപ്പൊ റസൂലുള്ളാഹിനെ ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ആളുകൾ പറഞ്ഞു, നബിയെ പറ്റി എന്ത് പറഞ്ഞു? ഒരു യുദ്ധക്കൊതിയലാണ്. എന്നാൽ നബി യുദ്ധക്കൊതിയനല്ലായിരുന്നു. ഒരു യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാഷ്ട്ര സംരക്ഷണത്തിന് വേണ്ടിയുള്ള യുദ്ധമല്ല. അതുണ്ടാവുമല്ലോ. അതിപ്പോൾ ഏത് രാഷ്ട്രങ്ങളും ആ രാഷ്ട്ര സംരക്ഷണത്തിന് വേണ്ടി യുദ്ധം ചെയ്യും. ഇസ്ലാമിക സാമ്രാജ്യത്തിനെ സംരക്ഷിക്കൽ റസൂലുള്ളാഹിന്റെ കടമയായിരുന്നു അന്ന്. അതാണ് ഖാലു വസൗത റസൂലുള്ളാഹി മാ ബുഇസു. അള്ളാഹുവിൻ്റെ മുർസലീങ്ങൾ അവരെ അള്ളാഹു ഇവിടെ നിയോഗിച്ചിട്ടില്ല ഖത്ലി നഫ്സിൻ വമാ ജാഊ ലിസഫ്കി ദമി. ആരെങ്കിലും ഒരു മനുഷ്യനെ പിടിച്ച് വെറുതെ കൊല്ലാൻ വേണ്ടിയോ വമാ ജാഊ ലിസഫ്കി ദമി, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കാനൊന്നുമല്ല അവർ വന്നത്. ഇതാണ് നമ്മളെ നയം. അപ്പം ആ നയത്തിൽ കൂടി നിന്നുകൊണ്ട് യഥാർത്ഥ ഭൂമികളായിക്കൊണ്ട് ജീവിക്കാൻ ഉന്നതമാവുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളാണ് നമ്മളിത് പറഞ്ഞാൽ മാത്രം പോരാ. ആ സംസ്കാരങ്ങളും ആ സ്വഭാവങ്ങളിലൊക്കെ നമ്മളിൽ ദർശിക്കപ്പെടണം. അതിന് പറ്റുന്നതായ മാസമാണ് അടുത്ത മാസം. ഈ മാസം അതിന് പറ്റുന്ന മാസമായിരുന്നു, കഴിഞ്ഞ മാസവും അങ്ങനെ തന്നെ. ഈ 2 മാസത്തിലായും കൊണ്ട് ആത്മീയമാവുന്ന വിശുദ്ധി ഉണ്ടാക്കി തീർത്ത് റമദാനിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. റമദാനിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വിശുദ്ധി പൂർണ്ണമായും കൊണ്ടിട്ട് നമ്മളൊരു സാധനം ചാർജ് ചെയ്യണമായിരിക്കൊക്കെ ഇടത് നമ്മളെ ഹൃദയത്തിനെ ഈമാന്റെ പ്രകാശം കൊണ്ട് ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ചെയ്യപ്പെട്ടതായ ചാർജ് അടുത്ത റമദാൻ വരെ സംരക്ഷിക്കപ്പെടാൻ നമുക്ക് കഴിയണം. ആ നിലക്കുള്ള ആത്മീയമാവുന്ന വിശുദ്ധി ഉണ്ടാക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം. അതിന് നമ്മുടെ പള്ളികളൊക്കെ ഉപകരിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും.